ഗൈസ്, അപ്പം ഞങ്ങളിന്ന് പോകുന്നത് എൻ്റെ സ്വന്തം വല്യമ്മയുടെ മോളെ വളകാപ്പ് ഫംഗ്ഷനാണ് കേട്ടോ. ഞങ്ങളിന്ന് പോകുന്നത്. അങ്ങനെ ഞങ്ങളെല്ലാവരും ഒരുങ്ങി റെഡിയായി വണ്ടി കാത്ത് നിൽക്കുവാണ് കേട്ടോ. അവർ വരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ അവരെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഒരു കുഞ്ഞ് ഫംഗ്ഷൻ വരപ്പോഴാണല്ലോ എല്ലാവരും ഒത്തുകൂടുന്ന ഫാമിലി മെമ്പേഴ്സ്. അങ്ങനെ ഞങ്ങളെല്ലാവരും ഒത്തുകൂടിയിട്ടുണ്ട് കേട്ടോ അവളെ വളകാപ്പ് ഫംഗ്ഷന് വേണ്ടി. അങ്ങനെ വല്യമ്മയും അമ്മയും കൂടെയാണ് കേട്ടോ പലഹാരങ്ങളൊക്കെ വാരി വയ്ക്കുന്നത് അവർക്ക് കൊടുക്കാനുള്ള. അങ്ങനെ ഓൾറെഡി എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അവർ തന്നെ വള, മഞ്ഞൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ വരുന്നതിന് മുന്നേ തന്നെ. അങ്ങനെ വല്യമ്മ 2 പേർക്കും പലഹാരം കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് മഞ്ഞളൊക്കെ വാരി തേക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അവൾക്ക് കയ്യിലോട്ട് വള ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. വള കുറച്ചിറുക്കാനാണ് കയ്യിൽ ക്രീമൊക്കെ തേച്ച് വള ഇടുന്നത് കേട്ടോ. നല്ല പാടുണ്ടായിരുന്നു കയ്യിലോട്ട് ഇടാനായിട്ട്. അങ്ങനെ ഇട്ടത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വളരെ ബുദ്ധിമുട്ടി. അങ്ങനെ ഞങ്ങളൊരു കണ്ണാടി കണ്ടപ്പോൾ ഞങ്ങൾ ഫോട്ടോ എടുക്കാനായിട്ട് ഓടിക്കയറി. അങ്ങനെ അവരെ കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവൾ ലാസ്റ്റ് പോകാനായിട്ട് ഇറങ്ങിയ ഒരു നിമിഷമാണ് കേട്ടോ ഇത്. അങ്ങനെ അവളെ അമ്മ, ഹസ്ബൻഡിൻ്റെ അച്ഛൻ അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവരെയും കാലിലൊക്കെ തൊട്ട് തൊഴുത് എണ്ണ കൊണ്ടുപോകുന്നൊരു ചടങ്ങുണ്ട് കേട്ടോ അവളെ വീട്ടിലേക്ക് പോകുമ്പോഴത്തേക്കും. അങ്ങനെ അവൾ വീട്ടിലേക്ക് ഇറങ്ങി. അങ്ങനെ ഞങ്ങളും എത്തി. അത്രേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.